ലോകസമാധാനത്തിനും ഗാസയുടെ പുനരുദ്ധാരണത്തിനുമായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവിഷ്കരിച്ച ബോർഡ് ഓഫ് പീസ് ഉടമ്പടിയിൽ പാകിസ്ഥാൻ ചേരുന്നതിനെതിരെ ഇസ്രായേൽ ശക്തമായി രംഗത്ത്. ഉടമ്പടിയിൽ 20ഓളം രാജ്യങ്ങൾ ഒപ്പിട്ടെങ്കിലും പാകിസ്ഥാൻ അംഗമാവുന്നതിനെയാണ് ഇസ്രായേൽ എതിർക്കുന്നത്. പാകിസ്ഥാന് വേണ്ടി പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫാണ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. എന്നാൽ ഗാസയുടെ പുനരുദ്ധാരണത്തിലോ സമാധാന സേനയിലോ പാകിസ്ഥാന് പങ്കില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. തീവ്രവാദത്തെ പിന്തുണച്ച ഒരു രാജ്യത്തെയും ഗാസയിലേക്ക് സ്വീകരിക്കില്ല. അതിൽ പാകിസ്ഥാൻ ഉൾപ്പെടുന്നുവെന്നും തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെ പട്ടികയിൽ പാകിസ്ഥാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളതായും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇസ്രായേൽ ധനമന്ത്രി നിർബർക്കത്ത് പറഞ്ഞു. അതേസമയം ട്രംപിന്റെ പദ്ധതിയിൽ ചേരുന്നത് പാകിസ്ഥാനിൽ ഇപ്പോഴേ വൻ വിമർശനം ഉണ്ട്. അതിനിടയിലാണ് ഇസ്രായേലിന്റെ എതിർപ്പ് കൂടി വരുന്നത്. പാലസ്തീന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ് ട്രംപിന്റെ പദ്ധതിയെന്നാണ് പാകിസ്ഥാനിലെ തീവ്രവിഭാഗങ്ങൾ കരുതുന്നത്. അതേസമയം ബോർഡ് ഓഫ് പീസ് പദ്ധതിയെ അനുകൂലിച്ച ഇസ്രായേൽ ധനമന്ത്രി പദ്ധതി ഐക്യരാഷ്ട്രസഭയേക്കാൾ നല്ലതാണെന്ന് പ്രശംസിച്ചു. ഖത്തറിനെയും തുർക്കിയെയും അംഗീകരിക്കാത്തതുപോലെ പാകിസ്ഥാനെയും ഞങ്ങൾ അംഗീകരിക്കില്ല. ഗാസയിലെ തീവ്രവാദ സംഘടനയെ അവർ പിന്തുണച്ചിട്ടുണ്ട്. അവരെ ഞങ്ങൾ വിശ്വസിക്കില്ല എന്നും നിർബർക്കത്ത് കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാന ന്യൂസ്.